everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ FIUGP സ്റ്റുഡൻസിൻ്റെ ഫ്രെയിമിംഗ് വാല്യൂസ് ലിറ്റററി ആൻഡ് കൾച്ചറൽ നറേറ്റീവ്സ് ഫോർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്, അതായത് വാല്യൂ ആഡഡ് കോഴ്സായിട്ട് വരുന്ന നിങ്ങളുടെ ഇംഗ്ലീഷാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൊമേഴ്സ് കുട്ടികളുടെ BComകാരുടെ ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കൂടി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് കൂടി ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ നോട്ട്സ് എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് എങ്ങനെ അറിയും എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ചാപ്റ്ററിലോട്ട് കടക്കാം. ഈ ഒരു ക്ലാസ്, അതായത് ഇംഗ്ലീഷിൻ്റെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും എടുക്കുന്നത് സിമ്പിളായിട്ടുള്ള പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട്സിലൂടെയാണ്. അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മളൊരു ചാപ്റ്ററിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് അതിൽ ആ ഒരു ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഥർ ഉണ്ടെങ്കിൽ ഓഥറിനെ പറ്റി, പിന്നെ ആ ഒരു ചാപ്റ്ററിനെ പറ്റി, പിന്നെ അതിൻ്റെ ആ ഒരു സമ്മറി, പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഈ രീതിയിലാണ് നമ്മൾ നോട്ട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ടേംസ് എല്ലാം തന്നെ റെഡിലും ഹൈലൈറ്റ് ചെയ്ത് അണ്ടർലൈനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ നോട്ട്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുക നമ്മുടെ ക്രിഷ് ടോക്സിൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, ലിങ്ക് ബയോയിലുണ്ട്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലാണ് അത് നമ്മുടെ എൻറ്റയർ സബ്ജക്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നോട്ട്സ് അവൈലബിൾ ആവുക. അതേപോലെ നമ്മുടെ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് FIUGP സ്റ്റുഡൻസിന്. അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാ പേജുണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തു എന്ന് നിങ്ങൾ അറിയിക്കുന്നതും നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കുന്നതൊക്കെ അതിലൂടെ ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടിയും, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ടെലഗ്രാം, വാട്സാപ്പ്, ഇൻസ്റ്റ, അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. നിങ്ങൾക്ക് എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആണോ എന്നൊക്കെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന മൊഡ്യൂളാണ്. അപ്പം അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്ന 4 ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഈ പറയുന്ന പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരു ഓഥറിൻ്റെ പേരോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല, കാരണം നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പ്രിയാമ്പിൾ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളതിന് മുൻപ് നമ്മൾ അറിയേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്, എബൌട്ട് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കൊന്ന് നോക്കണം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ സുപ്രീം ലോ ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ സുപ്രീം ലോ ആയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് ഫോംഡ് ഓൺ 29th August 1947. അപ്പോൾ 29th August 1947 ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായി ഇരുന്നു കൊണ്ടാണ് അത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുന്നത്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അങ്ങനെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അത് അഡോപ്റ്റ് ചെയ്യുവാണ്. 26th November 1949 അവർ ഈ പറയുന്ന BR അംബേദ്കറും ബാക്കിയുള്ളവരും കൂടി ചേർന്നുണ്ടാക്കിയ ആ ഒരു ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്നത് November 26 പക്ഷേ അത് നിലവിൽ വന്നു തുടങ്ങിയത് എന്നാണ്, പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയത് 26th January 1950 മുതലാണ് അത് കെയിം ഇൻ ടു ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡേക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? യെസ്, റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഈ ഒരു ദിവസമാണ് അല്ലേ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആ ഒരു ഡേറ്റിനെയാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ സ്ട്രക്ചർ ആൻഡ് പവേഴ്സ് ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദി സിറ്റിസൺ. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെ എന്താണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകണം, ഒരു സ്ട്രക്ചർ എന്താണ്, അവിടെ ഗവൺമെൻറ്റിൻ്റെ പവർ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സിറ്റിസൻ്റെ റൈറ്റ്സ് കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, സിറ്റിസൺസിനുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ നേഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ളൊരു പ്രത്യേകത ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെയാണ്. എഴുതിയത് കേട്ടോ, കൈകൊണ്ട്, അന്നത്തെ കാലത്ത് കൈകൊണ്ട് എഴുതി തയ്യാറാക്കിയ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്
ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ആ രാജ്യത്തുള്ള ഐഡിയാസ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഐഡിയാസൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ BR അംബേദ്കറിൻ്റെ ഒരു സ്പീച്ചിൽ അത് പറയുന്നുണ്ട്. അതായത് നമ്മൾ ശരിയാണ്, മറ്റുള്ള രാജ്യങ്ങളുടെ ഇതൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻസൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യല്ല ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഐഡിയാസ് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള, നമ്മുടെ ഇന്ത്യക്ക് അതെങ്ങനെ സ്യൂട്ടബിൾ ആവും എന്നുള്ള രീതിയിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഡെമോക്രാറ്റിക് വാല്യൂസ്, ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷനെയാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ വെറുതെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. അതാണ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്ന് തൊട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ വരുവാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലെ പോയിൻറ്റ്സ് ഒക്കെ ചേർത്ത് എഴുതാം. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അത് തയ്യാറാക്കിയത് ആരാണ്, ഏത് വർഷം വന്നു എന്നൊക്കെ അറിഞ്ഞിരിക്കണ്ടേ, അതിനാണ് ഇതൊക്കെ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം എന്താണ് പ്രിയാമ്പിൾ. ദ പ്രിയാമ്പിൾ ഈസ് ദ ഇൻട്രൊഡക്ഷൻ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഈ പറയുന്ന പ്രിയാമ്പിൾ. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ എയിം, വാല്യൂസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ഭരണഘടന ഇങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നൊക്കെയാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇറ്റ് റിഫ്ലെക്ട്സ് ദ വിഷൻ ഓഫ് ദ മേക്കേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ഐഡിയൽസ് ഓഫ് ദ ഇന്ത്യൻ നേഷൻ. അതായത് അപ്പോൾ ഇതിലൂടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആളുകളുടെ ആ ഒരു വിഷൻ നമുക്കിതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് എയിംസ് ആയിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത്. 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇത് ഓർഡറിൽ തന്നെ പഠിക്കുക കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പം ജസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എന്തിനുള്ള ഒരു നീതി നമുക്ക് ലഭിക്കാം എന്നൊക്കെ പറയുന്നു. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് നമ്മൾ ഓരോ ഇന്ത്യക്കാരനുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ നീതി ലഭിക്കാനുള്ള ഒരു അധികാരവും നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ലിബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ എന്തിനൊക്കെയുള്ള ഫ്രീഡമാണ് നമുക്കുള്ളത്, ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള നമുക്കുള്ളത്? ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീവ്, ഫെയ്ത്ത്, വർഷിപ്പ്, ഇതിനൊക്കെയുള്ള ഫ്രീഡം നമുക്കുണ്ട്. അതേപോലെ ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സിറ്റിസൺ. ഇവിടെ ബോയ്, ഗേൾ അല്ലെങ്കിൽ വിമൻ, മെൻ അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും, അല്ലെങ്കിൽ കാസ്റ്റ് വൈസ് ആയിട്ടോ റിലീജിയസ് വൈസ് ആയിട്ടോ ഒന്നും യാതൊരു തരത്തിലുള്ള സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഇതൊന്നും ആർക്കും ഇല്ല. എല്ലാവരുടെയും ഈക്വലാണ് എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല പല രീതിയിലും നടക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഫ്രട്ടേണിറ്റി ആണ്. ഫ്രട്ടേണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദർഹുഡ് എന്നുള്ള ഒരു മീനിങ് ആണ്. നമ്മൾ സാഹോദര്യം എന്ന് പറയില്ലേ, അത്. സോ എഷ്യൂറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ദ നേഷൻ. അപ്പോൾ ആ ഒരു ബ്രദർഹുഡാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാവരും തമ്മിലുള്ള ആ ഒരു ഒത്തൊരുമയും കാര്യങ്ങളും ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നത്, ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഈ കാര്യങ്ങളെ സെക്യൂർ ആക്കുക എന്നുള്ളതാണ്, ഇത് നടപ്പിലാക്കുക അല്ലെങ്കിൽ ഇത് മുന്നോട്ടേക്ക് ഈ 4 കാര്യങ്ങളും സെക്യൂറായിട്ട് തന്നെ കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പ്രിയാമ്പിൾ തയ്യാറാക്കിയിട്ടുള്ളത്, ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഇത്രയും നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ ആക്ച്വലി. അതിലിപ്പം ആ എബൌട്ട് ദി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഞാൻ ആഡ് ചെയ്തതാണ്, നിങ്ങൾക്ക് ഷോർട്ട് എസ്സേക്കും എസ്സേക്കൊക്കെ ലൈൻസ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമ്മൾ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കിടക്കുമ്പോൾ, വാട്ട് ഡസ് ദ ടേം സോവറിയൻ ഇംപ്ലൈ ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷനിലുള്ള ഒരു ടേമാണ് സോവറിയൻ എന്നുള്ളത്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? That means that India is an independent nation with supreme authority over its internal and external affairs. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു രാജ്യമായിട്ടാണ് പറയുന്നത്. വേറൊരാൾക്കും അതിൽ കൈ കടത്താനായിട്ട് പറ്റില്ല. സുപ്രീം അതോറിറ്റി നമ്മുടെ ഇന്ത്യക്കുണ്ട് ഓവർ ഇറ്റ്സ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ അഫെയർസ്. നോ ഫോറിൻ കൺട്രി ക്യാൻ കൺട്രോൾ ഓർ ഇൻ്റർഫിയർ ഇൻ ഇന്ത്യാസ് ഡിസിഷൻസ്. നമ്മുടെ ഇന്ത്യയുടെ ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാനായിട്ട് വേറൊരു ഫോറിൻ കൺട്രിക്ക് കടന്നു വരാനോ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒന്നും തന്നെ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടേമിൻ്റെ മീനിങ് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളതാണ് കേട്ടോ. അതാണ് നമ്മളവിടെ കീ ടേമായിട്ട് പറയേണ്ടത്. അല്ലെങ്കിൽ എക്സാമിന് ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ അണ്ടർലൈനൊക്കെ ചെയ്ത് കൊടുക്കാം.
ദെൻ അടുത്തത് വാട്ട് പ്രിൻസിപ്പിൾ ഡസ് ദ ടേം സോഷ്യലിസ്റ്റ് സിഗ്നിഫൈ ഇൻ ദ പ്രിയാമ്പിൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ടേം സോഷ്യലിസ്റ്റ് സിഗ്നിഫൈസ് ദാറ്റ് ഇന്ത്യ എയിംസ് ടു അച്ചീവ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഈക്വാലിറ്റി. അപ്പം നമുക്ക് സാമൂഹികപരമായിട്ടും അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള ഒരു ഈക്വാലിറ്റി നമുക്ക് വേണം, അല്ലെങ്കിൽ അത് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് അതിലൂടെ പറയുന്നത്. ദെൻ അപ്പം പലതരത്തിലുള്ള ഇനീക്വാലിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ടേം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഹൗ ഡസ് ദ പ്രിയാമ്പിൾ ഡിഫൈൻ ദ റിലീജിയസ് ഇൻക്ലൂസിവിറ്റി ഇൻ ഇന്ത്യ. അതായത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം the preamble describes the India as a secular state, meaning the government has no official religion. നമ്മുടെ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു റിലീജിയനോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ നമ്മുടെ ഗവൺമെൻറ് ഇന്നൊരു റിലീജിയനാണ് അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ പല റിലീജിയൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ബട്ട് ഓൾ റിലീജിയൻസ് ആർ ട്രീറ്റഡ് ഈക്വലി. എല്ലാ റിലീജിയൻസിനും ഈക്വലി ആണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്നത്. ആൻഡ് എവ്രി സിറ്റിസൺ ഹാസ് ദ ഫ്രീഡം ടു ഫോളോ, പാർട്ടിസിപ്പേറ്റ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. ഒരാളുടെ അടുത്ത് നമുക്ക് ഈ റിലീജിയൻ ഫോളോ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല. സോ എല്ലാ സിറ്റിസണും, എവ്രി സിറ്റിസൺ ഹാസ് ദ ഫ്രീഡം ടു ഫോളോ, പാർട്ടിസിപ്പേറ്റ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ വേർഡ് ഡെമോക്രാറ്റിക് ഇൻ ദ പ്രിയാമ്പിൾ സിഗ്നിഫൈ. ഇതിൽ പറയുന്ന ഡെമോക്രാറ്റിക് എന്നുള്ള വേർഡ്, ജനാധിപത്യം എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? സോ ദ ടേം ഡെമോക്രാറ്റിക് മീൻസ് ദാറ്റ് ദ പീപ്പിൾ ആർ ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ദി പൊളിറ്റിക്കൽ പവർ അല്ലേ. അപ്പോൾ നമ്മുടെ എബ്രഹാം ലിങ്കൺ പറയുന്ന ഒരു സ്ലോഗൻ ഉണ്ട് നമ്മുടെ ഡെമോക്രസീനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിനെ കുറിച്ച്. ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദി പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈൻ പറയുന്നുണ്ട്. അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യുന്നു. നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന നമ്മളിലെ ഒരാളാണ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡറായിട്ട് വരിക അല്ലേ. അപ്പോൾ ആ ഒരു ലൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിന് ആൻസേഴ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒന്ന് എഴുതി തരാം. ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ, by the people, for the people. ഇത് നമ്മുടെ ഡെമോക്രസീനെ കുറിച്ച് പറയുന്ന ഒരു സ്ലോഗനാണ് ബൈ എബ്രഹാം ലിങ്കൺ. അപ്പോൾ അതാണ് ഡെമോക്രാറ്റിക് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജനങ്ങൾക്ക് തന്നെയാണ് അവിടെ ഒരു സുപ്രീം ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പവർ ഉള്ളത് എന്നും, അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണെന്നുള്ള രീതിക്ക്. ഇനിയും അതിലൊരു ലൈനും കൂടി കൊടുത്തിട്ട്, സിറ്റിസൺസ് എലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ത്രൂ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ്. വളരെ ഫ്രീ ആയിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള എലക്ഷൻസിലൂടെ സിറ്റിസൺ തന്നെയാണ് അവരിലുള്ള ഒരാളെ തിരഞ്ഞെടുക്കുന്നതും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഡസ് റിപ്പബ്ലിക് മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിപ്പബ്ലിക് എന്ന് പറയുന്നൊരു വേർഡിൻ്റെ മീനിങ് എന്താണ്? എ റിപ്പബ്ലിക് മീൻസ് ദാറ്റ് ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഈസ് എൻ എലക്റ്റഡ് പ്രസിഡൻറ്റ്, നോട്ട് എ ഹെറിഡിറ്ററി മൊണാർക്ക്. അതായത് നമ്മൾ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ഒന്നായിട്ടല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളല്ല നമ്മുടെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സായിട്ട് വരുന്നത്. നമ്മൾ തന്നെ എലക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ അതാണ് അവിടെ റിപ്പബ്ലിക് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അതായത് എല്ലാ സിറ്റിസണും, എവ്രി സിറ്റിസൺ ഹാസ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഹോൾഡ് ദ പബ്ലിക് ഓഫീസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, എക്സ്പ്ലെയിൻ ദ ടേം ജസ്റ്റിസ് ആസ് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ. നമ്മുടെ പ്രിയാമ്പിളിൽ ജസ്റ്റിസ് എന്നുള്ള ഒരു ടേം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ജസ്റ്റിസ് ആണ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ടു ഓൾ സിറ്റിസൺസ്. അപ്പോൾ എന്താണ്? അതായത് നമുക്ക് എല്ലാവർക്കും ഒരു നീതി ഉണ്ട് എന്ന് പറയുന്നു. നീതി കിട്ടാനുള്ള ഒരു അധികാരമുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള നീതി കിട്ടാനാണ് അധികാരമുള്ളത്. അപ്പോൾ ഇതിൻ്റെ എയിം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡിസ്ക്രിമിനേഷൻ റിമൂവ് ചെയ്യാൻ, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒരു ജസ്റ്റിസ് ഉണ്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ലിബർട്ടി എന്നുള്ള വേർഡിൻ്റെ മീനിങ്. ഇനി ഓരോ ടേംസിൻ്റെ മീനിങ്ങാണ് പറയാൻ പോകുന്നത്. ലിബർട്ടി എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? ലിബർട്ടി മീൻസ് ഫ്രീഡമാണ്. എന്തിനൊക്കെയുള്ള ഫ്രീഡമാണ്? ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ആരാധിക്കാനും വിശ്വസിക്കാനും നമുക്കത് എക്സ്പ്രസ് ചെയ്യാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു ഫ്രീഡം എല്ലാവർക്കും ഉണ്ട് എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ്, ഹൗ ഡസ് ദ ടേം ഈക്വാലിറ്റി റിലേറ്റ് ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഈക്വാലിറ്റി എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, എല്ലാ സിറ്റിസണിനും ഈക്വൽ ആയിട്ടുള്ള ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു അവകാശമുണ്ട്. ഈക്വാലിറ്റി മീൻസ് ദാറ്റ് ഓൾ ദ സിറ്റിസൺസ് ആർ ഈക്വൽ ബിഫോർ ദ ലോ ആൻഡ് ഹാവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇതിൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ, അതായത് റിലീജിയസ് ആയിട്ടുള്ള പേരിൽ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇതിൻ്റെ ഒന്നിൻ്റെയും പേരിൽ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും നമുക്ക് നേരിടാൻ പാടില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിഫൈൻ ദ വേർഡ് ഫ്രെറ്റേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ. നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്ന അടുത്ത ടേമാണ് ഫ്രെറ്റേണിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ബ്രദർഹുഡ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റീനെയാണ്, ഒരു ഒത്തൊരുമ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Then it promotes national integration and protect the dignity of every individual. ഇനി അതിൽ 10ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, വൈ ഈസ് ദ പ്രിയാമ്പിൾ കൺസിഡേർഡ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണഘടനയുടെ ആമുഖത്തിന്, അതായത് ഇൻട്രൊഡക്ഷന്, എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതൊരു എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുന്നു. The preamble explains the aims, values and objectives of the constitution. നമ്മുടെ മൊത്തം ഭരണഘടനയുടെ എയിം എന്താണ്, വാല്യൂ എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ഏരിയ എന്ന് പറയുന്നത്, നമുക്ക് പാരഗ്രാഫായിട്ട് ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ ആൻസേഴ്സ് തന്നെയാണ് അതിലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻസേഴ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. സോവറിയൻ എന്നുള്ള ടേമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു, ഇൻഡിപെൻഡൻറ്റ് നേഷൻ എന്നുള്ളൊരു മീനിങ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ലോസ് ഉണ്ട്, പോളിസീസ് ഉണ്ട്, വേറൊരാളും കടന്ന് അതിൽ ഇൻക്ലൂഡ് ആവാനോ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ള കാര്യങ്ങൾ. പിന്നെ സോഷ്യലിസ്റ്റ് എന്നുള്ള ഒരു ടേം, പിന്നെ ജസ്റ്റിസ്, ഈക്വാലിറ്റി, ലിബർട്ടി, ഫ്രെറ്റേണിറ്റി, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെ. അതൊന്ന് പാരഗ്രാഫാക്കി എഴുതാൻ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ആൻസറിലോട്ട് വന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലും ആഡ് ചെയ്താൽ മതി. എനിവേ, ഞാൻ സ്ക്രീനിൽ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചാപ്റ്റേഴ്സ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് എടുത്തത് മനസ്സിലായോ, നോട്ട്സൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.